നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ 23ാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 10:30 രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുണ്ടും ഷർട്ടും വേഷ്ടിയും ധരിച്ച് കേരളീയ തനിമയിലാണ് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുവാനായി എത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ചടങ്ങിൽ പങ്കെടുത്തു. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്കൊപ്പം ഭാര്യ അനഘ ആർലേക്കറും ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് വരുന്നു. 1 മാസത്തിനകം തുറക്കുമെന്ന് പ്രഖ്യാപിച്ച് മന്ത്രി വീണ ജോർജ്. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് 1 മാസത്തിനകം ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സ്കിൻ ബാങ്കിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണ്. അവയവദാന പ്രക്രിയയിലൂടെ ത്വക്ക് ലഭ്യമാക്കാനായി കെ സോഡോയുടെ അനുമതി ആവശ്യമാണ്. കെ സോഡോയുടെ അനുമതി ഉടൻ ലഭ്യമാക്കി മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ച് 1 മാസത്തിനകം കമ്മീഷൻ ചെയ്യുന്നതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സ്കിൻ ബാങ്ക് സ്ഥാപിക്കുവാനുള്ള സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ രൂപീകരിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. ബേൺസ് യൂണിറ്റുകളെ ശക്തിപ്പെടുത്തുവാനായി ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ചോദ്യപേപ്പർ ചോർച്ച കേസ്. MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസ് CEO M ഷുഹൈബിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചു. SBIയുടെയും കനറ ബാങ്കിന്റെയും കൊടുവള്ളി ശാഖയിലെ അക്കൌണ്ടുകളാണ് മരവിപ്പിച്ചത്. ഷുഹൈബിനായി തെരച്ചിൽ ഊർജിതമാക്കിയതായും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ഇടുക്കിയിൽ ആടിന് തീറ്റ ശേഖരിക്കുവാൻ മരത്തിൽ കയറിയാൾ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. ഇടുക്കി ചട്ടമൂന്നാറിൽ ആടിന് തീറ്റ ശേഖരിക്കുവാനായി മരത്തിൽ കയറിയാൾ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. ചട്ടമൂന്നാർ സ്വദേശി ഗണേശനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. വീട്ടിൽ വളർത്തുന്ന ആടിന് തീറ്റ ശേഖരിക്കാനായാണ് അടുത്തുള്ള ഒരു തേയിലത്തോട്ടത്തിലേക്ക് ഇയാൾ പോയത്. തേയിലത്തോട്ടത്തിലെ മരത്തിൽ നിന്നും ചില്ലകൾ വെട്ടുമ്പോൾ ഇതിലൊന്ന് വൈദ്യുതി ലൈനിലേക്ക് വീണു. ഇതെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത് എന്നാണ് നിഗമനം. വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ് നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. ഉമ തോമസ് അപകടം. പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്നും വീണ് MLA ഉമ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ വിവാദം തുടരുന്നതിനിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. ഇന്നലെ രാത്രി 10:30 കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത്. സിംഗപ്പൂർ വഴിയാണ് അമേരിക്കയിലേക്ക് ദിവ്യ ഉണ്ണി പോയത്. കലൂരിലെ നൃത്ത പരിപാടിയിലെടുത്ത കേസിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവാദങ്ങൾക്കിടെയാണ് നടി മടങ്ങിയത്. മുഖ്യമന്ത്രിയെ വിമർശിച്ച് സുകുമാരൻ നായർ. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നതിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റ്.
മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നതിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ഈ ആചാരങ്ങളെ വിമർശിക്കുവാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്ന ആചാരങ്ങൾ മാറ്റിമറിക്കുവാൻ എന്തിനാണ് പറയുന്നത്? ഇത്തരം പ്രസ്താവനകളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലാത്തതായിരുന്നു. ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഒന്നും പറ്റില്ല എന്ന ചിലരുടെ പിടിവാശി അംഗീകരിക്കുവാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. അഞ്ചലിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിക്കരിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം. കൊല്ലം അഞ്ചലിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയ നിലയിൽ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹവും കണ്ടെത്തി. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയാണ് സമീപവാസികൾ കാർ കണ്ടെത്തിയത്. റബ്ബർ മരങ്ങൾ മുറിച്ച സ്ഥലത്ത് താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയ നിലയിലായിരുന്നു കാർ അബദ്ധത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. ആത്മഹത്യയുടെ സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഒന്ന് വാട്സാപ്പിലൂടെ വിവരം അറിയിച്ചാൽ മാത്രം മതി. സർക്കാർ തരും 2500 രൂപ. മാലിന്യം തള്ളുന്നവർക്ക് കുരുക്ക്. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നവരെക്കുറിച്ച് വിവരമറിയിച്ചാൽ പാരിതോഷികം. ഫോട്ടോയും വീഡിയോയോ പൊതുജനങ്ങൾക്ക് 9446700800 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാം. ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ ആവണം ഇത് അയക്കേണ്ടത്. ഇത്തരം നിയമലംഘനങ്ങൾ പരിശോധിച്ച് 10,000 രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ 2500 രൂപ വിവരമറിയിച്ച ആളിന് ലഭിക്കുമെന്ന് തദ്ദേശ ഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഈ സൌകര്യം ഉപയോഗിച്ച് നിയമലംഘകരെ കണ്ടെത്തുവാൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പുതുവർഷത്തിൽ കുതിച്ചുയർന്ന് സ്വർണ്ണവില 2 ദിവസം കൊണ്ട് കൂടിയത് 560 രൂപ. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വൻ വർധനവ്. പുതുവർഷത്തിലെ ആദ്യ ദിനം തന്നെ സ്വർണ്ണവിപണിയിൽ ഉയർച്ചയാണ് ഉണ്ടായത്. ഇന്നലെ 320 രൂപയാണ് വർദ്ധിച്ചത് എങ്കിൽ രണ്ടാം ദിനമായ ഇന്ന് 240 രൂപയാണ് കൂടിയത്. ഇതോടെ 2025 ആദ്യ 2 ദിനങ്ങളിൽ സ്വർണ്ണവിലയിൽ 560 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 57,440 രൂപയായി. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന്റെ വില 7,180 രൂപയാണ്. ഡിസംബർ 13 ശേഷമുള്ള സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.